ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ നെയ്ച്ചോറ് ഒരുപാട് തവണ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നെയ്ച്ചോറാണ് കേട്ടോ. ഇത് ഷാൻജിയോ യൂട്യൂബറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 1.5 ടേബിൾ സ്പൂൺ കാഷ്നട്ട്, 3 കറുകപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, 2 സവാള. ഞാൻ 1 ഗ്ലാസ് അരിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അരി എന്തോരം അളവാണ് അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുക. 10 മിനിറ്റ് അരി കുതിർക്കാൻ വെക്കണം. ഇവിടെ കുതിർത്ത് മാറ്റി വെച്ച അരിയാണത് കേട്ടോ. ഇനി നല്ല നെയ്യിൽ കാഷ്നട്ട്, ഉണക്കമുന്തിരി വറുത്ത് കോരി എടുക്കാം. അത് കഴിയുമ്പോൾ സവാള ഇട്ട് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വറക്കണം. അതിൻ്റെ കൂടെ ലേശം ഉപ്പും പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നത് അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് സവാളയുടെ പാകം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കറുകപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, സവാള എന്നിവ ചേർത്ത് നന്നായി വരട്ടിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. തിളച്ച വെള്ളമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളുടെ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റ് വറുത്തെടുക്കാം. ഇനി നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് കുറച്ച് നാരങ്ങ നീരൊഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം. 6-7 മിനിറ്റ് കഴിയുമ്പോൾ നെയ്ച്ചോറ് റെഡിയായി കിട്ടും. നെയ്യിൽ വറുത്തെടുത്ത ഉണക്കമുന്തിരി, കാഷ്നട്ട്, സവാള എന്നിവ വിതറിക്കൊടുക്കാം. 2 കാര്യം ഞാൻ പറയാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ജീരകശാല റൈസ് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ഉപ്പ് കൂടി നിൽക്കണം. അരി വെന്ത് കഴിയുമ്പോൾ ഉപ്പ് പാകത്തിനായി കിട്ടും. മീൻ വറുത്തതും മീൻ കറിയുമാണ് ഞാൻ നെയ്ച്ചോറിൻ്റെ ഒപ്പം കഴിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.